ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ഏത് വർഷമാണ്? 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ല. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ല. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? 1982 ലഭിച്ച പത്മശ്രീ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? വൈക്കം മുഹമ്മദ് ബഷീർ 1970. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? 1942 പ്രേമലേഖനം. ബഷീർ എഴുതിയ ഒരേയൊരു നാടകം ഏതാണ്? കഥാബീജം. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? 1930 കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീർ എഴുതിയ നാടകമായ കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികൾ ഏതൊക്കെയാണ്? യാ ഇലാഹി, പ്രേംപാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേയൊരു കവിത ഏത്? അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം ഏതാണ്? എൻ്റെ ചരമക്കുറിപ്പ്. ബാല്യകാലസഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏത് വർഷം? 1994 ഓഗസ്റ്റിൽ. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത്? പി ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി? ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആര്? മമ്മൂട്ടി. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു, 1951 രചിച്ചത്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്? ഫാബി ബഷീർ. അവരുടെ യഥാർത്ഥ പേര് ഫാത്തിമ ബീവി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി? ബാലാമണിയമ്മ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം? ഭാർഗവീ നിലയം. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്?
ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീർ. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത്? നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി സർപ്പയജ്ഞം. ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ബാല്യകാലസഖി. ബഷീറിൻ്റെ ബാല്യകാലസഖി അവതാരിക എഴുതിയത് ആരാണ്? MP പോൾ. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെക്കുറിച്ച് ബഷീർ എഴുതിയ കൃതി ഏത്? MP പോൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? A വിൻസെൻ്റ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മൂത്താപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ജയകേസരിയിൽ. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റുപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? മീ ഗ്രാൻഡാഡ് ആഡ് ആൻഡ് എലിഫൻറ്റ്. അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ്. ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം. ഇത് തെളിയിക്കുന്ന കഥ ഏതാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.